ഞാൻ ലിബിലി. അപ്പം ഞാനിന്ന് ഫേസ്ബുക്ക് നോക്കണേ, ഇപ്പോൾ ഉണ്ണിമുന്തൻ്റെ വിഷയം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ ഡീറ്റെയിലൊന്നും അറിയില്ല. പക്ഷേ ആരാണ്ടൊക്കെ പറഞ്ഞു, അതായത് വീഡിയോ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യത്തിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവരുടെ ഇടയിൽ എന്തൊരു സംഭവിച്ചതെന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം ഞാൻ പല വീഡിയോസിലും ഞാൻ കണ്ടു, അതായത് ഇവർ പ്ലാനിങ് നടത്തി ചെയ്യുന്നതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഉള്ള സത്യാവസ്ഥ എന്താണെന്ന് പോലും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാത്തത്. കാരണം ആവശ്യമില്ലാത്തവർക്ക് പോയി തലയിടേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ പ്രതികരിക്കാത്തത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് വിപിൻ, ആ പുള്ളിയുടെ എന്നാലും അസിസ്റ്റൻ്റോ, അപ്പോൾ ആ പുള്ളി ഒരു കാര്യം പറഞ്ഞു. അതായത് നരിവേട്ട സിനിമ നല്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ഉണ്ണിമൂന്തന് അസൂയ കൊണ്ടുവന്നു. അല്ല, ഉണ്ണിമൂന്തന് എന്തിനാ ഈ അസൂയ കൊള്ളണേ? നരിവേട്ട പടം എന്തായാലും നല്ല പടം തന്നെ. ഞാൻ തിയേറ്ററിൽ പോയി കണ്ട പടമാണ്, നല്ല പടമാണ്. അതിനെക്കുറിച്ച് വേറൊരു മോശം അഭിപ്രായം ഇല്ല. അല്ല, ഈ ഉണ്ണിമൂന്തന് എന്തിനാണ് വേറൊരാളുടെ പടം ഹിറ്റായപ്പോൾ ഉണ്ണിമൂന്തന് എന്തിനാ അസൂയ വന്നത്? അതൊക്കെ ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം ചിലപ്പോൾ ഈ പറഞ്ഞോണം ശരിയായിരിക്കും, ഫ്രസ്ട്രേഷൻ മൂത്ത് ഉണ്ണിമൂന്തൻ പറഞ്ഞായിരിക്കുള്ളൂ. കാരണം ഇങ്ങനെ ഒരാൾ വേറൊരാളുടെ പടം നല്ലതെന്നൊക്കെ പറയുമ്പോൾ ആർക്കായാലും ഉണ്ടാവില്ലേ. അത് എനിക്ക് തോന്നുന്നത് മറ്റേ ഈ പണ്ടൊരു പടം ഇറങ്ങിയിട്ടുണ്ട്, സരോജ് കുമാർ. ആ പടത്തിൽ നല്ല വ്യക്തമായിട്ട് ഈ സംഭവം കാട്ടുന്നുണ്ട്. അതായത് സ്റ്റാർഡത്തിന് വേണ്ടി മറ്റേ ശ്രീനിവാസൻ്റെ റോള് പറയുന്നത് ആ ഒരു ഇതായിട്ട് തോന്നി. പിന്നെ എന്താന്ന് പറയും, പിന്നെ പുള്ളിനെ മർദ്ദിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, ഇവനൊന്നും ഇങ്ങനെ ഒരാൾ മർദ്ദിക്കാൻ വരുമ്പോൾ നിന്ന് അടി കൊള്ളേണ്ട കാര്യം ഇയാൾക്ക് ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഒന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്നു ഇത് പക്ക ഒരു പ്ലാനിങ്ങോടുകൂടി ചെയ്യുന്നതാണ്. അത് തന്നെയാണ് പലരും പറഞ്ഞതും. അപ്പം അങ്ങനെ തന്നെ അവനാ വഴി. അല്ലെങ്കിൽ പിന്നെ ഉണ്ണിമൂന്തന് അവരുടെ പടം ഹിറ്റായതിന് ഉണ്ണിമൂന്തന് എന്തിനാ അസൂയുള്ളേ? ഉണ്ണിമൂന്തൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ പടം ഗെറ്റ് സെറ്റ് ബേബി പൊളിഞ്ഞവരാണോ? കാരണം അത് ആ പടം ഞാൻ ഇതുവരെ കണ്ടില്ല. അത് തിയേറ്ററിലൊന്നും കയറാൻ പറ്റി, ടിക്കറ്റ് എടുക്കാൻ തോന്നിയിരുന്നില്ല. കാരണം ഉണ്ണിമൂന്തൻ്റെ പടത്തിനോടും പൊതുവേ എനിക്കൊരു ഇതാണ്. എനിക്ക് ആകെ അവൻ്റെ പടം ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ മല്ലു സിംഗ് എന്ന് പറഞ്ഞാൽ അവൻ്റെ പടമൊന്നും മാത്രം പറയാനും പറ്റില്ലല്ലോ. അത് മൾട്ടി സ്റ്റാർ അല്ലേ. അതായത് ബിജു മേനോൻ, കുഞ്ചാക്കോൻ, പിന്നെ മനോജ് കെ ജയൻ, ഇവരൊക്കെയാണ് പടത്തിൻ്റെ നട്ടിലെന്ന് പറഞ്ഞാൽ. പിന്നെ സുരാജ്. അപ്പോൾ പിന്നെ അത് ഉണ്ണിമൂന്തൻ്റെ പടമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഉണ്ണിമൂന്തൻ്റെ കാര്യങ്ങൾ നന്നായിട്ട് വരട്ടെ. അതായത് ഇപ്പം എന്തായാലും ഈ കാട്ടിയതാണെങ്കിൽ ഇതിപ്പോൾ മറ്റേ വിപിൻ പറഞ്ഞ പോലെ നരിവേട്ട പടത്തിന് പുള്ളി സപ്പോർട്ട് ചെയ്ത കാരണമാണ് ഉണ്ണിമൂന്തൻ ഈ ഷോ കാട്ടിയെങ്കിൽ തീർത്തും തെണ്ടിത്തരായിപ്പോയി. ഉള്ള കാര്യം പറയല്ല, തെണ്ടിത്തരം തന്നെയാണത്. കാരണം മറ്റൊരാളുടെ പടം ജയിക്കുമ്പോൾ നീ എന്തിനാടാ അസൂയ കൊള്ളണേ? അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ ഇതിൽ. ശരി.